നടക്കുന്ന അതിജീവനത്തിന്റെ മനുഷ്യമതിൽ തീർക്കുകയാണ്. 4 മണിക്ക് പ്രതിക്ക് ചൊല്ലിക്കൊടുക്കും. LDF സംസ്ഥാന സമിതിയുടെ കൺവീനറായി വൈക്കം വിശ്വനാണ് പ്രതിക്ക് ചൊല്ലിക്കൊടുക്കുന്നത്. അതിന് മുൻപായി മുഴുവൻ സഖാക്കളും കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. റോഡിന്റെ ഇടതുഭാഗത്തായി വടക്കോട്ട് അഭിമുഖമായി 10,000-കണക്കിന് വരുന്ന ആളുകൾ മുല്ലപ്പെരിയാർ മുതൽ 28 കിലോമീറ്റർ നീളത്തിൽ അറബിക്കടൽ വരെയുള്ള പ്രദേശത്ത് മനുഷ്യമതിൽ തീർക്കുകയാണ്. ഹൈക്കോടതി ജംഗ്ഷനിലുള്ള പ്രവർത്തകർ മാത്രം വാഹനങ്ങൾ ബുദ്ധിമുട്ടില്ലാതെ 4 മണിക്ക് മനുഷ്യസാഗരം തീർക്കുമ്പോൾ എല്ലാവരും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് മനുഷ്യമതിൽ തീർക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. 4 മണിക്ക് കൃത്യമായി പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. LDF സംസ്ഥാന കൺവീനർ വൈക്കം വിശ്വനാണ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത്. മുഴുവൻ സഖാക്കളും സുഹൃത്തുക്കളും മനുഷ്യസ്നേഹികളുമാണ് ഇതിലേക്ക് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, മുല്ലപ്പെരിയാർ മുതൽ അറബിക്കടൽ വരെയും 208 കിലോമീറ്റർ നീളത്തിൽ ഭീഷണിയുടെ മുൻമുനയിൽ നിർത്തിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനു വേണ്ടി 10,000-കണക്കിന് വരുന്ന മനുഷ്യസ്നേഹികൾ അണിനിരക്കുന്ന അതിജീവനത്തിന്റെ മനുഷ്യമതിൽ തീർക്കുകയാണ്. പങ്കെടുക്കുന്നതിന് വേണ്ടി 10,000-കണക്കിന് വരുന്ന തൊഴിലാളികളും സുഹൃത്തുക്കളും മനുഷ്യസ്നേഹികളും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്കെല്ലാം ഇങ്ങോട്ട് കടന്നു വരുന്നതിന് ആവശ്യമായ സംവിധാനം ഒരുക്കി കൊടുക്കേണ്ടതാണ്. മുല്ലപ്പെരിയാർ മുതൽ 208 കിലോമീറ്റർ നീളത്തിൽ അറബിക്കടൽ വരെയുള്ള പ്രദേശത്ത് ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യസ്നേഹികൾ പങ്കെടുക്കുന്ന അതിജീവനത്തിന്റെ മനുഷ്യമത് തീർക്കുകയാണ്. 4 മണിക്കാണ് മനുഷ്യമത് തീർക്കുന്നത് ഇരിക്കുകയാണ്. 15 മിനിറ്റ് കഴിഞ്ഞ് 4 മണിക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. മുതൽ ഏതാനും നിമിഷങ്ങൾക്കകം രൂപം കൊടുക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കൺവീനർ സഖാവ് വൈക്കം വിശ്വൻ മനുഷ്യമതിലിൽ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. കേരളത്തിന്റെ സമുജ്ജലനായ പ്രതിപക്ഷ നേതാവ് സഖാവ് VS അച്യുതാനന്ദൻ അറബിക്കടലിന്റെ ഈ മനുഷ്യമതിലിൽ അവസാനത്തെ കണ്ണിയാകും. ഇപ്പൊ ട്രയൽ എടുക്കുന്നതിന് വേണ്ടി സൈറൺ മുഴങ്ങുന്നതാണ്. അതിനുശേഷം കൃത്യം 4 മണി തന്നെ അടുത്ത സൈറൺ മുഴങ്ങുമ്പോൾ മനുഷ്യമത് തീർക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സഖാക്കളെ, സുഹൃത്തുക്കളെ, മനുഷ്യമതിൽ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കിയിരുന്നത് മനുഷ്യരെല്ലാം ഒത്തുചേർന്ന് ഒരേപോലെ നിൽക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനെ വലിയൊരു ജനാവലി പങ്കെടുക്കുന്ന പശ്ചാത്തലത്തിൽ മനുഷ്യമതിലല്ല, മനുഷ്യ കോട്ടയാണ് തീർത്തു കഴിഞ്ഞിട്ടുള്ളത്. മനുഷ്യ കോട്ടയിലാണ് മുഴുവൻ ആളുകളും അണിനിരുന്നത്. അതുകൊണ്ട് 1 ലൈനോ 2 ലൈനോ 3 ലൈനോ ഒന്നുമല്ല, ഉള്ള മുഴുവൻ മനുഷ്യന്മാരും ഒറ്റക്കെട്ടായിട്ട് അങ്ങോട്ട് നിൽക്കുക. അതാണ് മനുഷ്യ മതിലിന് പകരം മനുഷ്യ കോട്ട, മഹാസമുദ്രം. മുല്ലപ്പെരിയാറിൽ നിന്ന് സഖാവ് പിണറായി വിജയൻ ആദ്യ കണ്ണിയായി ആരംഭിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഈ മഹാപ്രവാഹത്തിന്റെ ഇങ്ങേ അറ്റം ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഈ കേരളം കണ്ട ഏറ്റവും ഉജ്ജ്വലനായ നേതാവ്, പ്രതിപക്ഷ നേതാവുമായ സഖാവ് VS അച്യുതാനന്ദൻ ആ കണ്ണിയുടെ അറബിക്കടലിനോട് ചേർന്നുള്ള അവസാനത്തെ കണ്ണിയാവുകയാണ്. നാല് മണിക്ക് വീണ്ടും സൈറൺ മുഴങ്ങുമ്പോൾ കൈ ഉയർത്തി മനുഷ്യ കോട്ട തീർക്കേണ്ടതാണ്.
ജനതയുടെ ജീവരക്ഷ ഉറപ്പാക്കുന്നതിന് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുന്നതിനായി ഞങ്ങൾ ഒത്തുചേരുന്നു. എല്ലാ ജനങ്ങളും സൗഹാർദ്ദപരമായി ജീവിക്കുന്നതിനായി എന്നും നിലകൊണ്ട കേരള ജനത തമിഴ്നാടിന് കരാർ പ്രകാരം ഇന്ന് ലഭിക്കുന്ന ജലം ഉറപ്പുവരുത്തുന്നതിന് പ്രതിജ്ഞാബദ്ധമാണെന്നും ഇതിനാൽ പ്രഖ്യാപിക്കുന്നു. മനുഷ്യജീവൻ അമൂല്യമാണ്. അതുകൊണ്ട് തന്നെ അത് സംരക്ഷിക്കാനായി പൊരുതുക എന്നത് സംസ്കാരത്തിന്റെ അടിസ്ഥാന ശൈലിയുമാണ്. മുല്ലപ്പെരിയാറിൽ 9 മാസങ്ങൾക്കിടയിൽ 28 ഭൂചലനങ്ങൾ ഉണ്ടായി എന്നത് ഞങ്ങൾ ആശങ്കയോടെ കാണുന്നു. സുർക്കി സമ്പ്രദായ പ്രകാരമുള്ള അണക്കെട്ട് ആധുനിക രീതിയിലല്ല നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്നും ഞങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഇത് അപകടസ്ഥിതിയിലാണെന്ന് ശാസ്ത്രീയ പഠനങ്ങളാൽ തെളിയിക്കപ്പെട്ടിട്ടും അനങ്ങാപ്പാറമയം സ്വീകരിക്കുന്ന ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രമത്തെ ഞങ്ങൾ അപലപിക്കുന്നു. പുതിയ ഡാം എന്ന ആശയം അന്തർ സംസ്ഥാന കൗൺസിലിൽ അവതരിപ്പിച്ച സഖാവ് നായനാരുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആദരവോടെ കാണുന്നു. ശാശ്വത പരിഹാരത്തിനായി ജസ്റ്റിസ് ആനന്ദ് ചെയർമാനായി ഉന്നതാധികാര സമിതിയെ നിയോഗിച്ച് ദുരന്ത നിവാരണ പദ്ധതി തുടങ്ങിവെച്ച VS സർക്കാരിന്റെ പ്രവർത്തനത്തെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. കേരളത്തിന്റെ താൽപര്യം ഉയർത്തിപ്പിടിച്ച് നിലകൊള്ളേണ്ട സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന നിയമജ്ഞൻ പോലും തെറ്റായ നിലപാട് സ്വീകരിക്കുന്നു എന്നത് ഞങ്ങളെ ഞെട്ടിക്കുന്നു. ജനങ്ങളുടെ ജീവൻ കൊണ്ട്